വളരെ കൗതുകരമായിട്ടുള്ളൊരു വാർത്ത. കുറച്ച് ദിവസങ്ങളായി പരക്കെ നമ്മുടെ നാട്ടിൽ പറന്ന് നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, സ്വന്തമായി ട്രെയിനുള്ളൊരു പാർട്ടി. അറിഞ്ഞായിരുന്നോ? അതെ. സ്വന്തമായിട്ട് ട്രെയിനുള്ളൊരു പാർട്ടി നമ്മുടെ കേരളത്തിനുമുണ്ട്. അപ്പോൾ സ്വന്തം ട്രെയിനിലൊക്കെയാണ് ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. വേറെങ്ങുമല്ല, ഡൽഹിയിലേക്കൊക്കെ സ്വന്തമായിട്ടൊരു ട്രെയിൻ എടുത്ത് പോവുകയാണ് CPI എന്ന് പറയുന്ന പാർട്ടി. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPM-ഉം CPI-യും വലിയ ശക്തികളാണ്. അപ്പോൾ ഇന്നും വലിയ ചോദ്യങ്ങൾ സാധാരണപ്പെട്ട ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ദേശീയ പാർട്ടി തന്നെയാണോ എന്നൊക്കെ വലിയ രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ദേശീയതയിലൊന്നും പിന്നോട്ടില്ല. ഞങ്ങൾക്കിപ്പോഴും ദേശീയ സമരങ്ങൾ നടത്താൻ കെൽപ്പുണ്ട് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം CJP സമരങ്ങളിലൊക്കെ ഇത്തരത്തിൽ CPM-ൻ്റെയും CPI-യുടെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നതും അത് ടാഗ് ചെയ്യുന്നതും ഇന്നും ദേശീയ സമരങ്ങളിൽ ഞങ്ങൾ പിന്നോട്ടല്ല എന്ന് പറയുന്ന രീതിയിലൊക്കെ പോകുന്നത് നമ്മൾ കണ്ടു. എന്താണെങ്കിലും 1-ാം തീയതി വരാൻ പോകുന്ന സെപ്റ്റംബർ 1-ന് ഒരു സമരം ദേശീയ തലത്തിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് കേരളത്തിൽ നിന്നും വലിയ തോതിൽ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു ട്രെയിൻ അങ്ങ് വാടകയ്ക്കെടുത്തു. അപ്പോൾ ട്രെയിൻ സാധാരണയായിട്ട് സമരം ചെയ്യണമെങ്കിൽ ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ ഒന്ന് ട്രെയിൻ മാർഗം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗം. അപ്പോൾ ട്രെയിന് ടിക്കറ്റ് നോക്കുമ്പോൾ ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ 10,400 10,500 ആളുകളുണ്ട്. അപ്പോൾ ഈ 1,500 പേർക്ക് കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? CPI ഒരു കാര്യം തീരുമാനിച്ചു, സ്വന്തമായിട്ടൊരു ട്രെയിൻ അങ്ങ് എടുത്തേക്കാം. അങ്ങനെ റെയിൽവേയിൽ കത്ത് കൊടുത്ത് സ്വന്തമായിട്ടൊരു സ്പെഷ്യൽ ട്രെയിൻ തന്നെ അറേഞ്ച് ചെയ്തു. 1,400 പേർക്ക് പോകാൻ വേണ്ടി, 1,500 പേർക്ക് പോകാൻ വേണ്ടി സ്വന്തമായിട്ടൊരു ട്രെയിൻ. അപ്പോൾ ഇതിനകത്തൊരു വിഷയമുണ്ട്. ഇപ്പോൾ CPI വീണ്ടും ഇരുത്തിയൊന്ന് ആലോചിച്ചപ്പോൾ അതിലെന്തോ ഒരു പന്തികേടില്ലേ എന്ന് CPIക്ക് തോന്നി. മറ്റൊന്നുമല്ല, നമ്മൾ എന്ത് സമരത്തിനാണ് പോകുന്നത്? നരേന്ദ്രമോദിക്കെതിരെ. നരേന്ദ്രമോദിക്കെതിരെ സമരത്തിന് പോകുമ്പോൾ ട്രെയിൻ ആരുടെയാണ്? നരേന്ദ്രമോദിയുടെ. അപ്പോൾ ഇനി നരേന്ദ്രമോദി അങ്ങനെ പണി കൊടുക്കുവോ? സാധാരണയായിട്ട് കേന്ദ്രം BJP-യുടെ ആണല്ലോ. റെയിൽവേ മന്ത്രാലയം ആണെങ്കിലും BJP-യുടെ കീഴിലാണ് പോകുന്നത്, കേന്ദ്ര സംവിധാനത്തിന് കീഴിലാണ്. അപ്പോൾ കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ട്രെയിൻ ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ സമരത്തിന് എത്തിച്ചേരും? ന്യായമാണ്, തീർച്ചയായിട്ടും തികച്ചും ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ CPI യോഗം ചേർന്നിട്ട് അവസാനം അവരൊരു കാര്യത്തിൽ എത്തിച്ചേർന്നു. എന്താണെങ്കിലും റെയിൽവേക്ക് ഒരു നിർദ്ദേശം കൊടുക്കാം. നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി തരണം, ഒരു കാരണവശാലും ഞങ്ങളെ ലേറ്റാക്കി അവിടെ കൊണ്ടിറക്കത്തില്ല. കാരണം 27-ാം തീയതി അവർ പോകുന്നു, 29-ാം തീയതി അവർ പോകുന്നു, 1-ാം തീയതി അവർ അവിടെ എത്തുമെന്നാണ് 1-ാം തീയതി സമരം. അതെ, 1-ാം തീയതി സമരത്തിന് അവിടെ എത്തും. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് അവർ എത്തുന്നതെങ്കിൽ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും സമരം പൊളിഞ്ഞു പോകും. അപ്പോൾ 10,500 പേരുമായിട്ട് പോകുന്ന ഒരു തീവണ്ടി അവിടെ ചെന്നിട്ട് സമരം ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? പറഞ്ഞ സമയത്തിനാണ് സമരം നടത്തണം. അപ്പോൾ അത് നാണക്കേടാവും. അപ്പോൾ ഇരുത്തി ചിന്തിച്ചപ്പോൾ തോന്നി, എന്താണെങ്കിലും റെയിൽവേക്ക് ഒരു കത്ത് കൊടുക്കാം, നിങ്ങൾ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് എഴുതി തരണം, ഞങ്ങളെ കൃത്യസമയത്ത് അവിടെ കൊണ്ടെത്തിക്കണം. അങ്ങനെ റെയിൽവേ കൃത്യമായിട്ടുള്ള കത്തുകൾ കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങളൊന്നുമില്ലെങ്കിൽ കൃത്യസമയത്ത് കൊണ്ടെത്തിക്കും. ഇനി ഏതെങ്കിലും കാരണവശാൽ, ഇപ്പോൾ ഇത് കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഏതെങ്കിലും കാരണവശാൽ സമയത്ത് കൊണ്ടിറക്കിയില്ലെങ്കിൽ സമരത്തിന് ആളില്ലാതായി പോകും. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കെതിരെ ഒരാൾ സമരത്തിനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വർത്താനം പറയാനായിട്ട് വരികയാണ്. അപ്പോൾ വരുന്നത് എൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ളൊരു വണ്ടിയിലാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കില്ലേ? അതായത് ഒന്ന് വൈകിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ ഒരു ലോജിക്ക്, ആ ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്. എന്തായാലും തിരിച്ച് എങ്ങനെയായിരിക്കും കേന്ദ്രം മറുപടി പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. അതുപോലെ തന്നെ 9 ലക്ഷം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് ബുക്കിംഗ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ CPI വലിയൊരു മുന്നേറ്റത്തിനാണ് പോകുന്നത്. ആ രീതിയിലുള്ള തയ്യാറെടുപ്പ് അവർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കാര്യം നമുക്കും മാതൃകയാക്കാം. ഇനി നമ്മളും ട്രെയിനിൽ പോകുമ്പോൾ ടിക്കറ്റ് നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായി എടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ കേന്ദ്രം കൊടുക്കുന്നുണ്ട്, റെയിൽവേ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സുകാരൂടെ മാതൃകയാക്കണം. കാരണം ഞങ്ങളാണ് ദേശീയ പാർട്ടി, ദേശീയ സമരങ്ങൾ ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ നിന്ന് എത്രത്തോളം ദേശീയ സമരങ്ങളിലേക്ക് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും നേതാക്കന്മാർ മാത്രമായിട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. വേണമെങ്കിൽ 10,000 പേരെ കേരളത്തിൽ നിന്നും സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ CPI കാണിച്ച നല്ലൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ സമരം ചെയ്യാൻ ആളെ കിട്ടിയില്ലെങ്കിലും എന്താ, കേരളത്തിൽ ഉള്ള സംഘടനാ സംവിധാനം വെച്ച് ഞങ്ങൾ ദേശീയ തലത്തിൽ പോയിട്ടാണെങ്കിൽ സമരങ്ങൾ ചെയ്യും. അവരുടെ ഒരു തിങ്കിങ് കപ്പാസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ട്രെയിൻ ഇല്ല, ടിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അടുത്ത മാർക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? സമരം ഒന്ന് മാറ്റാനോ
നീട്ടാനോ ഒക്കെ എന്തെങ്കിലും ശ്രമം നടത്തും, അല്ലെങ്കിൽ ഉള്ള ടിക്കറ്റിൽ എങ്ങനെയെങ്കിലും ഒക്കെ വലിഞ്ഞ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയായി കയറാൻ നോക്കും. ഇത് കൃത്യമായി എല്ലാവരും പോകണമെന്നുള്ള ഉദ്ദേശത്തോടെ പ്രത്യേക സ്ഥലത്ത്, അതായത് കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. അപ്പോൾ എല്ലാവരോടും ആ സ്ഥലം കേന്ദ്രീകരിച്ച് വരാൻ പറയും. 1500 പേര് അല്ലെങ്കിൽ ചുരുങ്ങിയത് എന്തായാലും ഒരു 1000 പേര് ഉണ്ടാവാതിരിക്കില്ല. ആ നിലയ്ക്ക് അവർ അതിനെ ഓർത്ത് തിങ്കിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ സംഘടനാ ശേഷി ഒന്നും അല്ല, ആലോചിച്ചില്ല. സംഘടനാ ശേഷിയുടെ കാര്യം പറയുമ്പോഴാണ് ദേശീയ സമരങ്ങൾ. ഇപ്പോൾ പലപ്പോഴും നമുക്ക് കേരളത്തിൽ ഒരുപാട് ആളുകളെ നിരത്തിക്കൊണ്ട് നമുക്ക് സമരങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പം CPM-നാണെങ്കിലും CPI-ക്കാണെങ്കിലും ദേശീയ തലത്തിൽ അവർക്ക് അത്രത്തോളം ശക്തി കുറവാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതലും ഭരിക്കുന്നത് BJP-യും കോൺഗ്രസും മറ്റ് സംഘടനകളുമാണ്. CPM-ഉം CPI-യും ശോഷിച്ച് വളരെ കുറഞ്ഞൊരു സംഘടനാ സമിതിയിലേക്ക് പോയി. ഇപ്പം തന്നെ വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ CPM-ന്റെ ചിഹ്നം നഷ്ടമാകുമോ, ദേശീയ പാർട്ടി എന്നുള്ള പദവി നഷ്ടമാകുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഒരുപാടുണ്ടായിരുന്നു. പിന്നീട് അതിന് ഉത്തരമായിട്ട് വന്നത് ഇത്ര സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടെങ്കിലും ആ പാർട്ടിക്ക് ഇത് നിലനിർത്തി കൊണ്ടുപോകാമെന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അവിടെയും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും പോയി കഴിഞ്ഞാൽ ഇത് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ദേശീയ തലത്തിൽ ഞങ്ങളുണ്ട് എന്ന് കാണിക്കാൻ CPI പുതിയ മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ദേശീയ സമരങ്ങൾക്ക് കേരളത്തിൽ നിന്നും ആളെ കൊണ്ടുപോവുകയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ സംഘടനാ സംവിധാനമില്ല. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. CPI-ക്കാണെങ്കിലും CPM-നാണെങ്കിലും എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന ആളുകളേ ഉള്ളൂ. പക്ഷെ ഉള്ള സംഘടനാ സംവിധാനം വെച്ച് ദേശീയ തലത്തിലെ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഉള്ളത് ഇത്ര പേരാണെങ്കിലും 1500 പേരെ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയും. അത്രയും ആളുകളെ വെച്ച് ഞങ്ങൾ ദേശീയ തലത്തിലാണെങ്കിലും സമരം ചെയ്യുമെന്നുള്ള രീതിയിലേക്ക് ഈ പാർട്ടി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാർക്കും വേണമെങ്കിൽ നാളെ തൊട്ട് മാതൃകയാക്കാം. കാരണം ദേശീയ പാർട്ടിയാണല്ലോ. കേരളത്തിൽ നിന്ന് എത്രത്തോളം ദേശീയ സമരങ്ങൾക്ക് മുൻതൂക്കമുണ്ട്, എത്ര ആളുകൾ പോകുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നാളെ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്കും ദേശീയ സമരങ്ങളിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ എടുത്ത് പോകാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സമരം നടത്തുന്നത് ചിലപ്പോൾ ഹിന്ദിയിലാകാം, ഇംഗ്ലീഷിലാകാം സംസാരിക്കുന്ന ആളുകൾ, അതെന്തുവാണെങ്കിലും ആകട്ടെ. പക്ഷെ സമരം നടത്താനുള്ള കെൽപ്പുണ്ടല്ലോ. സമരത്തിന് നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും ഈ സമരം കാണുന്നത്. അപ്പോൾ സംസാരിക്കുന്ന ആൾ ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടേക്ക് ആളുകൾ വരുന്നു, കാണാൻ 10,000 പേരുണ്ട്. നാളെ അതായിരിക്കും ചർച്ചയാവാൻ പോകുന്നത്. കാണാനുള്ള അവസരം അണികൾക്കും അല്ല, കിട്ടില്ല. നാളെ 10,000 പേരെ വെച്ചൊരു സമരം ചെയ്യാൻ CPI-ക്ക് കഴിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ലോ ദേശീയ തലത്തിൽ. അപ്പൊ അവര് ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും സംസാരിക്കുന്നവർ സംസാരിച്ചോട്ടെ. വന്ന ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലും 1000 പേരെ വെച്ചൊരു സമരം നടത്താൻ കഴിയുക, അത് ദേശീയ തലത്തിൽ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ നടത്താൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതിന് CPI നമ്മൾ സമ്മതിച്ചു കൊടുത്തേ കഴിയുള്ളൂ. കാരണം പുതിയ കാലത്തിന്റെ അനുസരിച്ച് പുതിയ ഐഡിയോളജികളും പുതിയ ചിന്തകളും, കാരണം സമരങ്ങൾ നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴും മാത്രമേ ജനങ്ങളിലേക്ക് ഇങ്ങനൊരു പാർട്ടി ഉണ്ട്, ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്ന് അറിയുകയുള്ളൂ. ഇപ്പോൾ ഒന്നിലും പ്രതികരിക്കാത്ത ഒരാൾ അറിയപ്പെടാതെ പോവും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പാർട്ടികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്? ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇടപെടുന്നത് കൊണ്ടും അതിൻ്റെ ഐഡിയോളജി ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള സമരങ്ങളും ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടലും കൊണ്ടാണ്, ആ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ കൊണ്ടാണ്. അങ്ങനെ അവരുടെ നിലപാടുകൾ വലിയ സമരങ്ങളിലൂടെയും വലിയ ആൾക്കൂട്ടങ്ങളിലൂടെ എത്തുമ്പോൾ ആൾക്കൂട്ടങ്ങൾ ശ്രദ്ധിക്കപ്പെടും, ജനങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ഈ പാർട്ടിയിലേക്ക് ചേർന്നാൽ എന്തുകൊണ്ട് തോന്നും? അതുകൊണ്ടാണ് പുതിയ കാലത്തെ പാർട്ടികളിലേക്ക് ആളുകൾ പെട്ടെന്ന് ആകൃഷ്ടരാകുന്നത്. അവർ ഈ പ്രശ്നങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടാനും, ഇപ്പോൾ CJP-ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ജനപിന്തുണ കിട്ടുന്നത്? കൃത്യസമയത്ത് കൃത്യവിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അവിടെ അതിന് ഇപ്പോൾ നമുക്കറിയാം, നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് 1-2 പേര് എഴുതുന്ന പരീക്ഷയല്ല, ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളും എഴുതുന്ന പരീക്ഷയാണ്. ആ പരീക്ഷയിലേക്ക് വരുന്നൊരു പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. ആ പ്രശ്നത്തിന് കൃത്യമായിട്ട് സമയത്ത് അഡ്രസ് ചെയ്ത് കൃത്യസമയത്ത് സമരവുമായിട്ട് ഇറങ്ങുന്നു. ആ സമരം ജനങ്ങൾ ഏറ്റെടുത്തു. അവിടെ രാഷ്ട്രീയമല്ല, ജനങ്ങളുടെ പ്രശ്നമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രളയം നടന്നു. പ്രളയത്തിലേക്ക് ഒരു മോഡിഫൈഡ് വണ്ടി വന്നു. പ്രളയത്തിലെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടും, പ്രളയത്തിലെ ആളുകളെ നമുക്കറിയാലോ, വെള്ളത്തിലേക്ക് എല്ലാ വണ്ടികൾക്കൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള വണ്ടികൾക്ക് മാത്രമേ, ഓഫ് റോഡ് വണ്ടികൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആ വണ്ടി പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് 7,000 രൂപ പെറ്റിയടിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ, അവസരോചിതമായി പെരുമാറുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എന്താണ് പിന്നീട് അവിടെ സംഭവിച്ചത്? 7,000 രൂപ അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം പൈസ പിരിച്ച് 7,000 രൂപ പെറ്റി അടച്ചു. ഇത് കഴിഞ്ഞിട്ട് അബിൻ വർക്കി അത്
കൃത്യമായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയോട് സംസാരിക്കുന്നു. മന്ത്രി അയാൾക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു. കാരണം അവസരോചിതപരമായിട്ടുള്ള നടപടിയല്ല അവിടെ സംഭവിച്ചത്. ആളുകളെ രക്ഷപ്പെടുത്താൻ വന്ന ഒരാൾ, അവിടെ ആ രക്ഷപ്പെടുത്താൻ അത് മാത്രമേ ഉള്ളൂ മാർഗം. ഇപ്പോൾ വെള്ളത്തിൽ കൊണ്ടുവന്ന് ബസ് ഓടിക്കാൻ പാടല്ലേ? കപ്പലോടിക്കാൻ, വെള്ളത്തിൽ കപ്പലാണ് ഓടുന്നത്, വെള്ളത്തിൽ ബസ് ഓടില്ല. അപ്പോൾ അതേപോലെയാണ് ചില സ്ഥലങ്ങളിൽ ഇന്ന വാഹനങ്ങൾ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് അവരെ അഭയത്തിന് വിളിച്ചതാണ്. വിളിച്ചത് മാത്രമല്ല, ചില ആളുകൾ ഓടി വരുന്ന ആളുകളുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഓഫ് റോഡ് വണ്ടികൾ, ആ വണ്ടികൾക്ക് അവിടെ ചെന്ന് കൃത്യമായിട്ടത് ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് വരാൻ കഴിയും. അപ്പോൾ അവസരോചിതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് അവസരോചിതമായിട്ട് സമയത്തിന് സമരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങൾ ഒത്തുകൂടും. അപ്പോൾ എന്താണെങ്കിലും CPI വലിയ രീതിയിലുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി എന്താണ് റെയിൽവേ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യമാണ്. മറുപടി എന്തായിരിക്കും എന്നുള്ളതൊക്കെ അല്ല, അതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഇനി ഈ മറുപടി എന്ത് വേണമെങ്കിലും കൊടുക്കാമല്ലോ. ഇനി BJPക്ക് വേണ്ടി നീയൊക്കെ സമരത്തിന് ഇറങ്ങില്ലേ, നരേന്ദ്രമോദിക്കെതിരെ നീയൊക്കെ സമരത്തിന് ഇറങ്ങി, ഇപ്പൊ കാണിച്ചു തരാം. ട്രെയിൻ അവിടെ എത്തുമല്ലോ, ഞങ്ങൾ കുറച്ചേരം പിടിച്ചിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും സമരം തുടങ്ങി 2 മണിക്കൂറിന് ശേഷം അവിടെ എത്തിക്കാം. അപ്പോഴത്തേക്ക് സാധനം പൊളിഞ്ഞു പോലോ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് കൊണ്ടെത്തിച്ചാലും സമരം പൊളിഞ്ഞു പോകും. അപ്പോൾ എന്താണെങ്കിലും വരും ദിവസങ്ങൾ നമുക്കറിയാം കൃത്യമായിട്ട് CPI നേതാക്കന്മാർ അവിടെ എത്തിയോ ഇല്ലയോ എന്ന്.